ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും കൊഴിഞ്ഞു തീരുന്നത് പലപ്പോഴും നമ്മളറിയാതെ തന്നെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള ഒരു ബോധം ഇല്ലാതെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. പക്ഷെ അത് ഒരു വർഷം ആകുമ്പോൾ നമുക്ക് അതൊരു അസുലഭമായ ഒരു അവസരം പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനും ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരവസരം അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുതിയ ഹിജ്റ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഹിജ്റ വർഷത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഹിജ്റ എന്ന് പറയുന്ന അതിമഹത്തായ ചരിത്ര സംഭവത്തെക്കുറിച്ചൊക്കെ പലപ്പോഴായിട്ട് നാം കേൾക്കാറുള്ള ഒരു സംഗതിയാണ്. ഇസ്ലാമികമായ ഒരു കലണ്ടർ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന ഒരു പ്രശ്നം, കാലഗണന തിട്ടപ്പെടുത്തുന്നതിന് ഒരു കലണ്ടർ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ച ഒരാശയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയെ ആസ്പദമാക്കിയ ആ കലണ്ടർ ആരംഭിക്കാനുള്ള ഒരു തീരുമാനം. ആ അടിസ്ഥാനത്തിലാണ് മുഹറം മാസത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ മുഹറം മാസത്തിൽ ആരംഭിക്കുന്ന ദുൽഹജ്ജ് മാസത്തിൽ അവസാനിക്കുന്ന ഒരു കലണ്ടർ ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകുന്നത്. ആ അടിസ്ഥാനത്തിൽ ഒരു പുതുവർഷം ആരംഭിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിന് അവസരം നൽകുന്ന ഒരു സംഗതിയാണ്. ഇമാം ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. യബ്ന ആദം ഇന്നമാ അൻത അയ്യാം കുല്ലമാ ദഹബ യൗമുൻ ദഹബ ബഅലുക്. അല്ലയോ ആദം, എൻ്റെ സന്തതി, അതായത് മനുഷ്യ, നീ എന്ന് പറയുന്നത് ചില ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം നിന്നിൽ നിന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ നിന്റെ ഒരു ചെറിയ ഭാഗമാണ് കൊഴിഞ്ഞു വീഴുന്നത്. മാമിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅല അമലിക ഷഹീദ് ഫതസവദ് മിന്നി ഫഇന്നി ഇദാ മളൈത് ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. ഓരോ ദിവസവും വിടരുന്നത്, ഓരോ ദിവസവും നമ്മോട് വിളിച്ചു പറയുന്നത്, ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലാതെ അതിൻ്റെ പ്രഭാതം ഉദിക്കുന്നില്ല. എന്താണ് വിളിച്ചു പറയുന്നത്? യബ്ന ആദം, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, വഅല അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. ഫതസവദ് മിന്നി, അതുകൊണ്ട് എന്നെ നീ ഉപയോഗപ്പെടുത്തണം. കാരണം ഫഇന്നി ഇദാ മളൈത്, ഞാനെങ്ങാൻ കഴിഞ്ഞു പോയാൽ, തീർന്നു പോയാൽ, ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഞാൻ തിരിച്ചു വരുന്ന ഒരു അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ല. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നദിംതു അലാ ഷൈഇൻ, ഞാൻ ഒരു കാര്യത്തിൻ്റെ മേലും ഖേദിച്ചിട്ടില്ല. നദമി അലാ യൗമിൻ ഗുറിബത് ഷംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. അതായത് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ആ അസ്തമിച്ചു പോയ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഖേദത്തേക്കാൾ മറ്റൊരു ഖേദവും ഞാൻ ഖേദിച്ചിട്ടില്ല. ആ ദിവസത്തിൽ എൻ്റെ ഒരു അവധിയിൽ നിന്ന് കുറച്ച് കുറഞ്ഞു, പക്ഷേ പ്രവർത്തനങ്ങളിലൊന്നും കൂടുകയും ചെയ്തില്ല. അതായത് പ്രവർത്തനങ്ങൾ കൊണ്ട്, സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നിറയാത്ത ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മേൽ ഖേദിക്കുന്ന അത്ര ഖേദം ഞാൻ ഒരു സംഗതിയിലും ഖേദിച്ചിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നൽ ലൈല വന്നഹാറ യഅമലാനി ഫീക് ഫഅമൽ ഫീഹിമ, രാത്രിയും പകലും നിന്റെ മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഫഅമൽ ഫീഹിമ, അതുകൊണ്ട് നീ അവയ്ക്കുള്ളിൽ നീ പ്രവർത്തിക്കുക. അതായത് രാത്രിയും പകലും നിന്റെ ആയുസ്സിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ വേണ്ടത് ആ രാത്രിയിലും പകലിലും നിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്, സമയം വേസ്റ്റ് ആക്കുക, സമയം
പാഴാക്കുക എന്ന് പറയുന്നത് മരണത്തെക്കാൾ പ്രയാസകരമായ കാര്യമാണ്. കാരണം ലി അന്ന ഇലാഅത്തൽ വഖ്ത് തഖ്തഉക അനില്ല വദ്ദാറൽ ആഖിറ. കാരണം സമയം പാഴാക്കുന്നത് നിന്നെ അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നും മുറിച്ചു കളയുന്നു. വൽ മൗത്തു യഖ്തഉക അനിദ് ദുനിയ വാഹലിഹ. മരണമാകട്ടെ ഈ ദുനിയാവിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും നിന്നെ മുറിച്ചു കളയുകയാണ്. മരണം ദുനിയാവിൽ നിന്നും അതിൻ്റെ അഹലുകാരിൽ നിന്നും നിന്നെ മുറിച്ച് കളയുമ്പോൾ സമയം പാഴാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നുമാണ് നിന്നെ മാറ്റിക്കളയുന്നത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇങ്ങനെ ധാരാളം നമുക്ക് വാചകങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം ധാരാളമുണ്ട്. നമുക്ക് ഒരു ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അതിൽ ഏറ്റവും പ്രധാനം സമയത്തെക്കുറിച്ചാണ്. ജീവിതം, മരണത്തിന് മുമ്പ് ജീവിതത്തെ, അതുപോലെ വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വം, അതുപോലെ ജോലി തിരക്കിൽ ഏർപ്പെടുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം. അത് 3 സമയത്തെക്കുറിച്ചുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. അപ്പോൾ ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ മാസവും കൊഴിഞ്ഞു തീരുമ്പോൾ, ഓരോ ദിവസവും കൊഴിഞ്ഞു തീരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള സംഗതിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ നടത്തുക എന്നുള്ളത്. ഹിജ്റ വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയും അത് തന്നെയാണ്. ഇമാം അബൂബക്കർ ഇബ്നു അയ്യാഷ് അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾ ലൗ സഖത മിൻ അഹദിഹിം ദിർഹമുൻ, അവരിൽ നിന്നൊരു ദിർഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ലല്ല യൗമഹു യഖൂൽ ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി. അവരിങ്ങനെ പറയും, എൻ്റെ ദിർഹം പോയി, പക്ഷേ വഹുവ യദ്ഹബു ഉംറുഹു വലാ യഖൂലു ദഹബ ഉംരി. അവൻ്റെ വയസ്സിങ്ങനെ തീർന്നു പോകുമ്പോൾ അവൻ ഒരിക്കലും പറയുന്നില്ല എൻ്റെ ഉംറ്, എൻ്റെ വയസ്സ്, എൻ്റെ ആയുസ് തീർന്നു പോയി എന്ന് പറയുന്നില്ല. മറിച്ച് അവൻ പറയുന്നത് എൻ്റെ ദിർഹം കൊഴിഞ്ഞുപോയി എന്നതിനെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ പണം കൊഴിഞ്ഞു പോയാൽ, പണം തീർന്നു പോയാൽ നമുക്കത് വേണമെങ്കിൽ വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷേ സമയം, നമ്മുടെ ജീവിതം തീർന്നു പോകുമ്പോൾ, ആയുസ്സിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു തീരുമ്പോൾ അതൊരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ചില ജോലിക്കാർക്ക് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവർണർമാർക്കും അതുപോലെ തന്നെ മറ്റ് ജോലിക്കാർക്കുമൊക്കെ എഴുതുന്നുണ്ട്. ഹാസിബ് നഫ്സക ഫിർ റഖ ഖബ്ല ഹിസാബി ഷിദ്ദ. ഐശ്വര്യത്തിൻ്റെ സന്ദർഭത്തിൽ നീ നിൻ്റെ നഫ്സിനെ വിചാരണ ചെയ്യണം. ഒരു 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 ക്ഷാമത്തിൻ്റെ, ഒരു കഠിനമായിട്ടുള്ള പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിചാരണ ചെയ്യുന്നതിനേക്കാൾ ഐശ്വര്യത്തിൻ്റെ സന്ദർഭത്തിൽ വിചാരണ ചെയ്യണം. കാരണം ഫൈന്നമൻ ഹാസബ നഫ്സഹു ഫിർ റഖാഇ ഖബ്ല ഹിസാബി ഷിദ്ദ ആദ അംറുഹു ഇല റിള വൽ ഗബ്ത. കാരണം അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, തൻ്റെ ഐശ്വര്യത്തിൻ്റെ സന്ദർഭത്തിൽ തന്നെ വിചാരണ ചെയ്യുന്നിടത്തോളം അയാൾ പരിപൂർണമായും ഒരു തൃപ്തിയിലും അതുപോലെ തന്നെ ഒരു സംതൃപ്തിയിലും ഒക്കെ ആയിരിക്കും. ഒമൻ അലഹത്തുഹു ഹയാത്തുഹു വ ശഗലത്തുഹു അഹ്വാഉഹു ആദ അംറുഹു ഇലൻ നദാമത്തി വൽ ഖുസ്റാൻ. ജീവിതത്തെക്കുറിച്ച് അശ്രദ്ധനാവുകയും തൻ്റെ ദേഹേച്ഛകൾ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ ആ ദേഹേച്ഛകൾ കാരണം ജീവിതത്തിൽ ജോലിത്തിരക്കിലും പെട്ടുപോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഖേദവും നഷ്ടബോധവുമുള്ള ആളുകളായിട്ട് മാറും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഓരോ വർഷവും കൊഴിഞ്ഞു വീഴുമ്പോൾ, ഓരോ വർഷവും പുതുതായിട്ട് വരുമ്പോൾ നമ്മളത് ഒരു വിചാരണയ്ക്കും സ്വന്തം ഒരു ആത്മപരിശോധനയ്ക്കുമുള്ള അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും നിറക്കാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. സാധാരണഗതിയിൽ ജനങ്ങൾ സാധാരണ പുതുവർഷങ്ങൾ ആഘോഷിക്കാറാണ് പതിവ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെക്കുറിച്ചുള്ള ഖേദത്തിന് പകരം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ലാറ്റിൻ കലണ്ടർ അനുസരിച്ചിട്ട് ആ കലണ്ടറിൻ്റെ ഓരോ പുതുവർഷവും വരുമ്പോൾ ആ ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ പുതുവർഷങ്ങളെ ആളുകൾ ആഘോഷിക്കുന്നത്
വലിയ വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിനെ ആഘോഷിക്കുകയും വരവേൽക്കുകയും ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇസ്ലാമികമായ നമ്മുടെ സമ്പ്രദായത്തിൽ ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ അത് ആത്മപരിശോധനയ്ക്കും സ്വയം വിചാരണയ്ക്കുമുള്ള അവസരമാണ്. സ്വന്തത്തെ നന്നാക്കുന്നതിനും ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും ജീവിതം കഴിഞ്ഞു തീരുമ്പോൾ ആ ജീവിതത്തെ നന്മകൾ കൊണ്ട് നിറയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കേണ്ടുന്ന അവസരമാണ് ഈ പുതുവർഷത്തിൻ്റെ പിറവി എന്ന് പറയുന്നത്. ഹിജറ വർഷം ഇന്ന് മനുഷ്യ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്ത് പലപ്പോഴും പരിഗണിക്കപ്പെടാതെ പോകുന്നതും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഗ്രിഗോറിയൻ കലണ്ടറാണ് എല്ലാ സംഗതികളുടെയും അടിസ്ഥാനമായി വരുന്നത്. ഒരു മുസ്ലിം പ്രതാപത്തിൻ്റെ, ഇസ്ലാമിക ലോകം അതിൻ്റെ പ്രതാപം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കലണ്ടർ, ഹിജറ കലണ്ടർ അതിൻ്റെ പ്രാധാന്യം നേടിയിരുന്നു. ഇന്ന് പലപ്പോഴും ഇതൊരു പുതുവർഷമാണോ അല്ലെങ്കിൽ ഈ ദിവസത്തിൻ്റെ ഓരോ അറബി മാസത്തിൻ്റെയും തീയതി എത്രയാണ് എന്നതൊക്കെ പലപ്പോഴും കലണ്ടർ മാത്രം നോക്കി അത് ആരെങ്കിലുമൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതിയായിട്ട് ഇന്ന് മാറിപ്പോയിട്ടുണ്ട്. അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കേണ്ട സംഗതിയാണ്. ഈ ഒരു ഇസ്ലാമിൻ്റെ പ്രതാപത്തെ തിരിച്ചുപിടിക്കാനും ഈ കലണ്ടറിൻ്റെ പ്രായോഗികതയും അത് പൂർണ്ണമായും ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും അതിനെ ഭരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കുള്ള അതിനു പറ്റുന്ന ഒരു ഓർമ്മകൾ കൂടി ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഹിജറ കലണ്ടർ എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ പ്രാധാന്യത്തെയും പ്രസക്തിയെയും കുറിച്ചുള്ള ചിന്തകളും ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും ആ അർത്ഥത്തിൽ ഒരു പുതിയ വർഷം നമുക്ക് ഏറ്റവും സന്തോഷകരമായ, സമാധാനപൂർണമായ, ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷമായി അടുത്ത വർഷം മാറട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നന്മകൾ കൊണ്ട് നമ്മുടെ ദിവസങ്ങളെ നിറക്കാനും ആ നന്മകളാൽ അള്ളാഹുവിനെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി കണ്ടുമുട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.